നമ്മുടെ ജയശങ്കർ വക്കീൽ അദ്ദേഹം എന്നെ സസ്പെൻഡ് ചെയ്ത വാർത്ത അറിഞ്ഞ് വളരെ സന്തോഷത്തോടെ കുളിച്ചൊരുങ്ങി റെഡിയായി വന്നിരുന്ന് സസ്പെൻഷനായ ദുഷ്പക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു. അന്ന് നോമ്പായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ശാന്തമായി അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അത് പറയുമ്പോൾ അതിൽ അദ്ദേഹം പരാമർശിക്കുന്ന രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് യുക്തിവാദിയായി മരിച്ച ഒരു മനുഷ്യൻ്റെ കാര്യം, മറ്റൊന്ന് ഹമാസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം, മൂന്നാമത്തേത് പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മുടെ അമേരിക്കയിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളെ പരാമർശിച്ച് 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ വീഡിയോ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വിഷമമൊന്നുമല്ല ഉണ്ടായത്, എൻ്റെ ചങ്ക് പറഞ്ഞു പോയി എന്നതാണ് സത്യം. കാരണം ചങ്കിലുള്ള ഒരു ശങ്കരനായിരുന്നു ജയശങ്കർ വക്കീൽ. അദ്ദേഹം വളരെ അടുപ്പമുള്ള ഒരു ജ്യേഷ്ഠ സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഓൺലൈനിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ചിരിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഒന്ന് പൊട്ടിയ ചങ്ക് ഒന്നുകൂടി പൊട്ടി. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ആ ചിരിയുടെ ഒരു നല്ല മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ഭംഗിയെക്കുറിച്ചും അദ്ദേഹം ഒരു ഓൺലൈനിൽ ഇൻ്റർവ്യൂവിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഈ കല്യാണം കഴിക്കുന്ന വേളയിൽ ഭാര്യയുടെ ചിരിയെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വളരെ പുകഴ്ത്തി പറയുകയും കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ അവളുടെ ചിരിയും ശബ്ദവുമൊക്കെ അരോചകമായി തോന്നുന്ന ചില ദുഷ്ടഭർത്താക്കന്മാരെ പോലെ ജയശങ്കർ വക്കീൽ അദ്ദേഹത്തിന് എൻ്റെ ചിരി ഇപ്പോൾ വളരെ അരോചകവും വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നതും ആണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഖേദവും ദുഃഖവും സങ്കടവും പ്രയാസവും തോന്നി എന്നതാണ് സത്യം. പിന്നെ ജയശങ്കർ വക്കീലിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഈ ചങ്ക് പൊട്ടിയ അവസ്ഥ കണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് പാനായിക്കുളത്തെ കേസുമായി ബന്ധപ്പെട്ട് ഒരു താഹ എന്ന് പറയുന്ന ഒരു മുൻ ന്യായാധിപൻ്റെ പേര് പരാമർശിച്ചിരുന്നു. അദ്ദേഹം ഏതോ സംഘടനയിൽപ്പെടുന്ന ആളാണെന്നും അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണെന്ന് തിരക്കിയാൽ ആ വിധിയുടെ കാര്യം അറിയാമെന്നുമൊക്കെയാണ് അദ്ദേഹം പരാമർശിച്ചത്. എന്ന് വെച്ചാൽ പാനായിക്കുളം കേസിൽ ഈ പ്രതികൾക്ക് ജാമ്യം നൽകാൻ ഈ ഉത്തരവിട്ടത് താഹ എന്ന് പറയുന്ന ഒരു ജഡ്ജായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ആ കേസിൽ എല്ലാ പ്രതികളെയും പുറത്തുവിട്ട സമയത്ത് അദ്ദേഹം ഈ വിഷയം പരാമർശിക്കുകയും ചെയ്തു. കാരണം അന്ന് ജാമ്യം കൊടുത്തതിന് ഒരുപാട് പേരുദോഷം അദ്ദേഹം കേട്ടിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ജയശങ്കർ വക്കീൽ അദ്ദേഹം പറയുന്നല്ലോ, വസ്തുതയാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് ചങ്ക് പൊട്ടി പറഞ്ഞത്, അയ്യോ ജയശങ്കർ വക്കീൽ അദ്ദേഹം എൻ്റെ സ്വന്തമായിരുന്നു, എന്നെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, ഈ വീഡിയോ ചെയ്തതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓണാശംസകൾ നേർന്ന് മെസ്സേജും എനിക്ക് അയച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സമാധാനം വീണത്. എന്ന് വെച്ചാൽ ഈ സ്നേഹബന്ധങ്ങളിലും അത്തരം കാര്യങ്ങളിലും ആശംസകളിലും ഒന്നും ഒരു കാര്യവുമില്ല. ഈ പറഞ്ഞതുപോലെ കത്തിക്കുമ്പോൾ കത്തിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നയം. സന്തോഷം വക്കീലെ, അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇടുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട കാര്യം എനിക്ക് സൗമ്യമായി പറയുകയും വേണം, എന്നാൽ അത് കേട്ട് ആരും വന്ന് തെറി വിളിക്കരുത്, എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹം എന്നെ വിളിച്ചൊരു പേര് ദുഷ്പക്ഷൻ എന്നാണ്. സത്യത്തിൽ അത് വിളിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. എൻ്റെ ഒരു 100 വീഡിയോ ഏത് വിൻഡോയിലുള്ളതും നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ എല്ലാവരെയും വിമർശിക്കുന്നത് കാണും. സന്തോഷവും നന്മയുമുള്ള വാർത്തകൾ ഞാൻ ഒരുപാട് പ്രാധാന്യത്തോടെ കൊടുക്കും. ഒരു മുസ്ലിം ഹിന്ദുവിനെ സഹായിച്ചാൽ, ഒരു ഹിന്ദു മുസ്ലിമിനെ സഹായിച്ചാൽ അവർ തമ്മിൽ ചേർന്ന് നിൽക്കുന്നത്, അതുപോലെ തന്നെ നന്മയുടെ വാർത്തകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട്. പക്ഷേ സാക്ഷാൽ ജയശങ്കർ വക്കീൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് നോക്കിയാൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സൽവാർത്ത ഇത്രയും നാളിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതം വളരെ സന്തോഷപൂർണ്ണമായ സമൃദ്ധമാണ്. എനിക്ക് ആരോടും പകയും വിരോധവും, എൻ്റെ ജീവിതത്തോട് തന്നെ എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മേൽവിലാസമുള്ളൊരു വീട്ടിൽ ജനിച്ചു. എനിക്ക് മാതാപിതാക്കൾ പ്രായം ആധിക്യം വരെ എനിക്ക് അവരെ നോക്കാൻ കഴിഞ്ഞു. അവരോടൊപ്പം തന്നെ ജീവിച്ചു. സഹോദരിമാരുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. മാമാപ്പുപ്പ എന്നാണ് ഇന്നലെ ഒരു മകളുടെ മകൾ എന്നെ വിളിച്ചത്. ഞാൻ തന്നെ ചിരിച്ചുപോയി, മാമയും ഉപ്പുപ്പയും കൂടെ ചേർത്ത്.
എൻ്റെ കല്യാണം കൃത്യസമയത്ത് കഴിഞ്ഞു. കറക്റ്റ് സമയത്ത് എനിക്ക് കുട്ടികൾ ജനിച്ചു. 3 കുട്ടികളുണ്ട്. പിന്നെ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജാതിയെയും ഒരു മതത്തെയും ഞാനതിൻ്റെ ഫണ്ടമെൻ്റൽസോ അതിൻ്റെ മൂല്യങ്ങളോ ഒന്നും ഇകഴ്ത്താറില്ല. എന്തെങ്കിലും മുൻഗണനാക്രമത്തിൽ ചിലപ്പോഴൊക്കെ എന്തിലെങ്കിലും മൗനം പാലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കർ വക്കീൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ മാറിയും തിരിഞ്ഞും ഒളിഞ്ഞും തിരിഞ്ഞും മൗനം പാലിച്ചൊന്നും ഞാൻ സംസാരിക്കാറില്ല. എല്ലാത്തിനെക്കുറിച്ചും നേർക്ക് നേരെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ജയശങ്കർ വക്കീൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഈ വഖഫ് ബോർഡിൻ്റെ നിയമം വന്നപ്പോൾ ഈ പറയുന്ന നിയമത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസ് പാർട്ടി എങ്കിലും അതിനെ കണ്ണടച്ച് അമെൻമെൻറ്റിനെ എതിർക്കുന്നതിന് പകരം ചില ക്ലോസുകൾ എതിർക്കുകയും ചില ക്ലോസുകൾ അംഗീകരിക്കുകയും അല്ലേ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ച ന്യായമായ ചോദ്യമാണ്. എന്നാൽ അതേ ചോദ്യം ഇതിനെ കണ്ണടച്ച് പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞവരോട് അദ്ദേഹം ചോദിക്കില്ല. അത് മൗനമാണ്. എന്നാൽ മറുവശത്ത് ഈ പറഞ്ഞതുപോലെ മൗനമല്ല, അദ്ദേഹത്തിന് ചോദ്യമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെന്താണ് വക്കീൽ അദ്ദേഹത്തിന് എന്നോട് ഇത്രയും പിണക്കം വന്നതെന്ന്. വക്കീൽ അദ്ദേഹം ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാറുണ്ട്. അപ്പം പിണക്കം വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുരുത്തംകെട്ട PV അൻവർ ഒരു നിലപാടുമായി ചാടിയിറങ്ങി അദ്ദേഹം പലതിനെയും വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിച്ച സമയത്ത് അൻവറിൻ്റെ ആ വെല്ലുവിളിയും ആ നിലപാടുകളുമൊക്കെ വാർത്തകൾ പോലെ ഞാൻ ചെയ്തിരുന്നു. അതിൽ അൻവറിനെ ഒന്നും പൂർണ്ണമായും പിന്തുണച്ചൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അൻവറിൻ്റെ എടുത്തുചാട്ടവും പലതിലും ചാടിക്കേറിയുള്ള നടപടിയൊന്നും ഒട്ടും സ്വീകാര്യമല്ല. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചതുപോലും മണ്ടത്തരവും അബദ്ധവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാത്ത വികാരപരമായ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ സംഗതികൾ ചെയ്ത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടലായി, കൊരുത്തു. ഇപ്പോൾ ജയശങ്കർ വക്കീൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തവരാണ് 2 പേരും ഒരു പക്ഷത്ത് നിൽക്കുന്നത്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, മറ്റൊന്ന് PV അൻവറാണ്. ഇത് 2 പേരോടും അദ്ദേഹത്തിന് താല്പര്യമില്ല. എന്നാൽ അത് നോക്കിയപ്പോൾ അദ്ദേഹം കൂടുതൽ താല്പര്യമില്ലാത്തത് അൻവർ ആയതുകൊണ്ട് അദ്ദേഹം അതിൽ അൻവറിനെ ഉന്നം വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ അൻവർ അദ്ദേഹത്തിൻ്റെ മതരാഷ്ട്രവാദി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച് ഒരു വീഡിയോ ചെയ്തു. അതിനെതിരെ അൻവർ പ്രതികരിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. അതിൽ ഇവർ 2 പേരോടും ഉപദേശ രൂപത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കണ്ട ജയശങ്കർ വക്കീൽ എനിക്കൊരു വോയിസ് അയക്കുകയും ചെയ്തു. അതിലദ്ദേഹം പറഞ്ഞത്, ഞാൻ താങ്കളുടെ വീഡിയോ കണ്ടു, 8-10 മിനിറ്റ് നീളുന്ന വീഡിയോയിൽ 6 മിനിറ്റ് എന്നെ ഉപദേശിച്ചു, 2 മിനിറ്റ് അൻവറിനെയും ഉപദേശിച്ചു. ഉപദേശിച്ചെന്ന് തന്നെയാണ് പുള്ളി ഉപയോഗിച്ച വാക്ക്, അല്ലാതെ അവഹേളിച്ചുവെന്നോ ആക്ഷേപിച്ചുവെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ യാത്രയിലായിരുന്നപ്പോൾ ഈ ഡെസ്കിലിരിക്കുന്ന കുട്ടികൾ, അതായത് അൻവറും അദ്ദേഹവും തമ്മിൽ വിഷയമുണ്ടായപ്പോൾ അൻവർ ഒരു വീഡിയോ ഇറക്കിയിരുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബക്കറ്റിൽ മലവുമായി വന്ന് ജയശങ്കറിൻ്റെ തലവഴിയെ ഒഴിക്കും എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ ഞാൻ ആമുഖമൊന്നും പറഞ്ഞില്ല, ഞാൻ കണ്ടതുമില്ല, ഞാൻ യാത്രയിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ചില വീഡിയോ നല്ല റീച്ച് കാണുമ്പോൾ അവരെടുത്ത് ഈ പേജിലിട്ടു. എവിടെ ഇട്ടു? ജംഗ്ഷൻ ഹാക്കിലിട്ടു. അതുപോലെ തന്നെ ഏതോ വിൻഡോയിലിട്ടു. ജംഗ്ഷൻ ഹാക്കിലാണ് ഇട്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്ത് ചെയ്തു? എന്നെ ഇദ്ദേഹം വിളിച്ചു. ഞാൻ കാണുന്നത് പോലും ഇല്ല വീഡിയോ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് വിളിക്കുന്നത്. അതിനകത്ത് ജയശങ്കർ വക്കീൽ വളരെ ക്ഷുഭിതനായി. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും നീചനാണ് നിങ്ങളെന്നറിഞ്ഞില്ല, എനിക്കെതിരെ ചെയ്ത ആ വീഡിയോ നിങ്ങളെടുത്ത് ഉപയോഗിച്ചോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം എന്നോട് പൊട്ടിത്തെറിച്ചു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രയാസം എനിക്കും പ്രയാസമായി. ഞാൻ അവരെ വിളിച്ച് എന്തിനാണ് നിങ്ങളങ്ങനെ ഇടാൻ പോയതെന്ന് ചോദിച്ചു, വഴക്ക് പറഞ്ഞു. അങ്ങനെ അവർ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ ഞാൻ അറിഞ്ഞല്ല അതുണ്ടായത്, അത് അവരെടുത്തിട്ട് പോയതാണ്, അവരിങ്ങനെ സ്വതന്ത്രമായിട്ട് പലതും അതിനകത്ത് ചെയ്യും, അങ്ങനെ സംഭവിച്ചതാണ്, അങ്ങേക്ക് എന്തെങ്കിലും വേദന ഉണ്ടായെങ്കിൽ അതിൽ പിന്നെ ഒന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കുകയും ചെയ്തു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ പിന്തുടരുന്ന, ആവേശപൂർവ്വം പിന്തുണയ്ക്കുന്ന, അദ്ദേഹം ഇപ്പോഴും ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനാണെന്ന് കാണുന്ന, ദുഷ്പക്ഷനല്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ ആളുകളുള്ളപ്പോൾ കിട്ടിയൊരു ചാൻസല്ലേ, അദ്ദേഹം അങ്ങ് ആഘോഷിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിലും അദ്ദേഹത്തിന് ശാശ്വതമായ കടപ്പാട് മൊത്തത്തിൽ ആരോടുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത് വലയത്തിലുള്ള ഞാൻ നേരത്തെ താഹ ജഡ്ജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ അനിൽ മുഹമ്മദായ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ, അതുപോലെ അദ്ദേഹം ഒരു പൊടിക്ക് ഈ പറഞ്ഞ പോലെ ലീഗിൻ്റെ
ആളുകളോട് ഉണ്ടെന്ന് അദ്ദേഹം തോന്നിപ്പിക്കുന്ന ഒരു സംഗതി പോലൊന്നും ശാശ്വതമായി അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എടുത്ത് അതങ്ങ് കൈകാര്യം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിൻ്റെ കഥ. ഇനി അദ്ദേഹം അതിൽ പരാമർശിക്കപ്പെട്ട 3 വിഷയങ്ങളെക്കുറിച്ചും ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പം ഞാനിപ്പോഴും എൻ്റെ ഒരു സ്നേഹിതനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. അതിനേക്കാളുപരി എന്നെ ഒരു ദുഷ്പക്ഷൻ എന്ന് വിളിച്ച പുള്ളി എൻ്റെ ചങ്കാണ് മുറിച്ച് കളഞ്ഞത്. അതുകൊണ്ട് ബാക്കി വിഷയങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിക്കാം.